ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ജോലിക്ക് പോകുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന മക്കൾക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മളിതിൽ ബിരിയാണി അരി വെച്ചിട്ടല്ല ചെയ്യുന്നത്. അതുപോലെ ഇതിൽ ചിക്കൻ, ബീഫ്, മുട്ട ഒന്നും ഇല്ല കേട്ടോ. അതൊന്നും ഇല്ലാതെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റേഷൻ പച്ചരി വെച്ചിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറുമാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു റൈസും കൂടിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി അരിയും ഇറച്ചികളൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റൈസാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അളന്നെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു അരി ഇതാ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റണം. നമുക്ക് ഈ ഒരു അരി നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. നമുക്ക് ലാസ്റ്റ് നമുക്ക് വന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അത് കഴുകിയിട്ട് ഞാൻ വെള്ളമൊക്കെ വാർന്നു പോകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സവോള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി കണ്ട് തിന്നാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ വഴറ്റാൻ വേണ്ടി ചെയ്യുമല്ലോ. അപ്പോൾ ആ രീതിക്കൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ 2 സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെളുത്തുള്ളിയുടെ അളവാണ് കൂടുതൽ കേട്ടോ. അപ്പോൾ 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ വിസിലടുപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബിരിയാണി ഏതെങ്കിലും മറ്റുള്ള പാനുകളിലാണെങ്കിൽ അത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഞാൻ ഓയിലാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം നെയ്യിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 3 ടേബിൾ സ്പൂൺ എടുത്തതിന് പകരം നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂണും നെയ്യ് എടുത്താൽ മതി. അതെല്ലാം നെയ്യ് കയ്യിലില്ല എന്നാണെങ്കിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് ഓയിൽ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പ്, 4 ഏലക്ക, അതുപോലെ തന്നെ 6-7 കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, ഇതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിനുശേഷം അതൊന്ന് ചേർത്ത് എണ്ണയിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവോള ഒന്ന് പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പ് ഞാനിതാ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സവോള ഒത്തിരി മൊരിഞ്ഞ് കളർ മാറേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് കുഴഞ്ഞ് വന്നാൽ മതി കേട്ടോ. ആ ഒരു പച്ച സവോളയൊന്നും വിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നാൽ മതി. ആ സമയം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൽ തക്കാളിയൊക്കെ വെന്ത് എണ്ണ ഒന്ന് തെളിയുന്നത് വരെ, ആ ഒരു പാകം വരെ നമുക്ക് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പോഴത്തെ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങോട്ട് പേസ്റ്റ് ആക്കാണ്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചച്ചവൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ മസാലപ്പൊടികൾ ചേർക്കുക. 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബാണ് കേട്ടോ. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആകും കേട്ടോ. നമ്മുടെ ചോറിന് മാഗി ക്യൂബ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ ഒരു റൈസിന് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണമാണ് ചേർക്കുന്നുള്ളൂ. നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ ഒരെണ്ണം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചരി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടല്ലോ, അരി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് മസാലയൊക്കെ വഴറ്റുന്ന മുന്നേ തന്നെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അരിയിലെ വെള്ളം എല്ലാം പോയിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് നമുക്കിത് അതിൽ ഈ ഒരു മസാലയിൽ കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു അരിനൊന്ന് വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റ് വറുത്താൽ മതി. കൂടുതൽ നേരം വറക്കരുത്. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് പൊട്ടി പോവുള്ളൂ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അരി റൈസൊക്കെ വെന്ത് വരുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ.
അപ്പോൾ 2 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അത് വറുത്ത് എടുത്തതിന് ശേഷം നമുക്ക് അളന്നിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുത്തുവെച്ചെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം വേണ്ടത് കേട്ടോ. ഇപ്പം ഞാൻ ആ ഒരു കപ്പിലാണ് 2 ഗ്ലാസ് അരിയാണ്, പക്ഷേ ഞാൻ ആ ഒരു കപ്പിൻ്റെ അളവിലാണ് കാണിച്ചത്. അപ്പോൾ ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അരി കുതിർത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ആ മാഗി ക്യൂബൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ലേശം ഉപ്പ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മാഗി ക്യൂബ് ചേർക്കുമ്പോൾ മാഗി ക്യൂബിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആ ഒരു റൈസും വെള്ളം കൂടി ഒന്ന് തിളച്ച് വരുന്നുണ്ടല്ലോ. ആ ഒരു സമയം ഒന്ന് തിളച്ചിട്ട് വരുന്ന സമയത്ത് വേണം നമുക്ക് കുക്കർ മൂടി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലാണ്. ഒറ്റ വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രഷർ കളയാതെ ആ ഒരു പ്രഷറിൽ ഇരുന്നിട്ട് ബാക്കി നമുക്ക് വെന്ത് കിട്ടണം കേട്ടോ. ഇപ്പോൾ ഇതിലെ പ്രഷർ മുഴുവനായിട്ടും തനിയെ പോയിട്ടുള്ളതാണ്, നമ്മൾ പൊന്തിച്ച് കളഞ്ഞിട്ടില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോയ ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി. ഒറ്റ ഫ്ലെയിമിൽ ഒറ്റ വിസിലിൽ മാത്രമാണ് നമ്മൾ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഒട്ടും ഒരു ലേശം പോലും നമ്മുടെ റൈസ് അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വേവ് കൂടി പോവേ അതും ഇല്ല. നമ്മുടെ റൈസ് കറക്റ്റായിട്ടുള്ള പാകത്തിലാണ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നമുക്ക് ഇങ്ങനെ കട്ട പിടിച്ചിട്ടും ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടും ഒന്നും അല്ല കേട്ടോ നമ്മുടെ റൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനൊരു ലേശം വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, നമ്മുടെ മക്കൾക്കൊക്കെ കിടിലനായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു റൈസ്. ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി വെക്കണം. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കുമ്പോൾ നമ്മൾ രാവിലെ എന്താ ഉണ്ടാക്കുക എന്നും നമുക്ക് ലഞ്ച് ബോക്സ് വേണമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി പച്ചരി വെച്ചിട്ട് തന്നെ ഒത്തിരി റൈസിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങളുടെ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികളുണ്ട്, അതും കൂടെ കണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് തരണേ. നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പച്ചരി വെച്ചിട്ടുള്ള ഒരു റൈസും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ജോലിക്ക് പോകുന്നവർക്കും മക്കൾക്കും ഒത്തിരി ആയിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ 10 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ റൈസ് റെഡിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ബിരിയാണിയും ചിക്കനും ബീഫും ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു റൈസ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.